പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭമായി തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിൽ കൂടി നമ്മെ സ്നേഹിക്കുന്ന പിതാവാം ദൈവത്തിന് എല്ലാ മഹത്വം ഞാൻ അർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ഈ സമയത്തിനായും ഇതിനെ വേദി ഒരുക്കിയ പ്രാർത്ഥനാധ്വനി എന്ന സംരംഭത്തിനായും ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ആത്മീയതലത്തിൽ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാധ്വനിയുടെ അനുഗ്രഹീതമായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എന്റെ സ്നേഹിതനായ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചന ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ ആത്മീയ ശുശ്രൂഷകളിലൂടെ വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരുമായ അനേകരുടെ ഹൃദയങ്ങളിൽ സാന്ത്വനവും ആശ്വാസവും പകരുവാൻ ഈ പ്രിയ കർത്തദാസന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഖത്തർ വേലക്കാരെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുകയാണ്. തുടർന്നും തന്റെയും തന്റെ വേലക്കാരുടെയും പ്രവർത്തനങ്ങൾ അനുഗ്രഹീതമായി നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ദി ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആമേൻ. ഒരു വാക്ക് തലകളെ അവളയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആലോചന കൈമാറണം. കേൾക്കുന്ന എല്ലാവർക്കും വിടുതലും അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. ദയയോടെ കേൾക്കണം സ്വർഗ്ഗ പിതാവേ. ആമേൻ ആമേൻ. വീണ്ടെടുപ്പിന്റെ വില എന്നുള്ളതാണല്ലോ നമ്മുടെ ധ്യാന വിഷയം. വേർപെട്ട ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും ഒട്ടും തന്നെ മറക്കാൻ കഴിയാത്ത ഒരു പദമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. നാം എല്ലാവരും ഒരിക്കലായിട്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ തന്നെ എന്താണ് വീണ്ടെടുപ്പ് എന്ന പദം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്? ഒരുപക്ഷെ വീണ്ടെടുക്കപ്പെട്ടവരിൽ തന്നെ ഒരു നല്ല പങ്ക് ആളുകൾക്കും ഇതിന്റെ അർത്ഥം എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര ഒരു മഹത്തായ ഒരു പ്രധാനമായ വാക്കാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. അത് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ സന്ധ്യയെങ്കിൽ. നമ്മൾ പലരും പണ്ട് വായിച്ചുള്ള ഒരു കൊച്ചു കഥയുണ്ട്. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി ഒരു ചെറിയ വള്ളമുണ്ടാക്കിയ ഹൃദയസ്പർശിയായ ഒരു കഥ. ഒരിക്കൽ അവൻ കുറച്ച് മരക്കഷ്ണങ്ങളെടുത്ത് അപ്പോൾ പാകത്തിൽ മുറിച്ചെടുത്ത് വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരു ചെറിയ വള്ളമുണ്ടാക്കി. എന്നിട്ട് അതിലൊരു ചെറിയ കൊടിമരം സ്ഥാപിച്ചു. തനിക്ക് വളരെ ഇഷ്ടമുള്ള നിറമുള്ള പെയിന്റ് ഉപയോഗിച്ച് അതിനെ പെയിന്റ് ചെയ്ത് വളരെ മനോഹരമാക്കി. എന്നിട്ട് താൻ അതിനെ നോക്കി സന്തോഷിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ വെള്ളത്തിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. അത് വെള്ളത്തിൽ ചലിക്കുന്ന കാണുവാനുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി അവൻ അതും എടുത്തുകൊണ്ട് അടുത്ത തടാകത്തിലേക്ക് പതിയെ പതിയെ പോയി. തന്റെ മനോഹരമായ വള്ളം ആ തടാകത്തിലെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് കണ്ട് താൻ സന്തോഷിച്ചിരിക്കുമ്പോൾ കുറെ സമയം കഴിഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശക്തമായൊരു കാറ്റ് അവിടേക്ക് ആഞ്ഞു വീശാനായിട്ട് തുടങ്ങി. ആ കാറ്റിൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വള്ളം ആടി ഒലിയുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. സങ്കടത്തോടെ കുറെ നേരം നോക്കി നിന്നിട്ട് അവൻ ആ വെള്ളത്തിലേക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങി. എന്നാൽ കാറ്റിന്റെ ശക്തിയാൽ തന്റെ ആ വള്ളം പിന്നെയും ദൂരേക്ക് പോയിക്കൊണ്ടേയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് കയ്യെത്താത്ത ഒരു ദൂരത്തേക്ക് പോയി. പിന്നീട് പതിയെ അത് അവന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയി. സ്വന്തം അധ്വാനത്തിലൂടെ വളരെ മനോഹരമായി താൻ സൃഷ്ടിച്ച തന്റെ ഈ വള്ളം നഷ്ടപ്പെട്ടതിൽ അവന് ഒരുപാട് സങ്കടവും പ്രയാസവും തോന്നി. കുറെ നേരം കൂടി ആ തടാകത്തിന്റെ കരയിൽ നിന്നിട്ട് അവൻ സങ്കടത്തോടും നിരാശയോടും കൂടി തന്റെ വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ കുറെ പിന്നിട്ടു. അവന്റെ ദുഃഖവും പ്രയാസവും ഒക്കെ അല്പമായിട്ട് മാറാനായിട്ട് തുടങ്ങി.
കുറെ നാളുകൾ കഴിഞ്ഞ് താൻ താമസിച്ചിരുന്ന ചെറിയ പട്ടണത്തിലെ വഴിത്താരയിലൂടെ അവൻ നടക്കുമ്പോൾ അടുത്തുള്ള ഒരു കടയിലേക്ക് അവന്റെ ശ്രദ്ധ പതിഞ്ഞു. അവനൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ആ വള്ളം പോലെ ഒരു വള്ളം അവിടെ ഇരിക്കുന്നു. അവൻ അടുത്ത് ചെന്ന് ആ കടയുടെ കണ്ണാടിക്കൂടിൽ വളരെ സൂക്ഷിച്ചു നോക്കി. അതെ, അത് തന്റെ വള്ളം തന്നെ. താൻ ഉണ്ടാക്കിയ, താൻ അടിച്ച ആ പെയിന്റ്, ആ കളറ്, താൻ എഴുതിയതായ ആ പേര് എല്ലാം അവിടെ ഉണ്ട്. അതാ തന്റെ പ്രിയപ്പെട്ട വള്ളം ആ കടയിൽ കണ്ണാടിക്കൂട്ടിലിരിക്കുന്നു. അവൻ സന്തോഷത്തോടെ അകത്തേക്ക് പോയി ആ കടയുടമയോട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എന്റെ വെള്ളമാണ്, ഞാൻ കുറെ നാൾ മുമ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. തനിക്കത് നഷ്ടമായി പോയി, എനിക്കത് തിരികെ വേണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ ആ കടക്കാരൻ സമ്മതിച്ചില്ല. അത് വേണമെങ്കിൽ നീ എനിക്ക് അതിനുള്ള പണം തരാമെങ്കിൽ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു തുക അവനോട് പറഞ്ഞു. അവൻ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിൽ ചെന്ന ഉടനെ മറ്റൊന്നിനും സമയമെടുക്കാതെ തന്നെ തന്റെ സമ്പാദ്യപ്പെട്ടി, നാളുകളായി താൻ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന, താൻ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന ആ സമ്പാദ്യപ്പെട്ടി എടുത്ത് അതിലെ തുട്ടുകളെല്ലാം താഴേക്ക് കുടഞ്ഞിട്ട് എണ്ണി നോക്കി. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞ അത്രയും തുക അതിനകത്തുണ്ട്. അവൻ സന്തോഷത്തോടെ ആ തുകയുമായി കടയിലേക്ക് മടങ്ങി. പണം നൽകി തന്റെ സ്വന്തം ബോട്ട് താൻ തിരികെ വാങ്ങി. സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചതും ഒരിക്കൽ തനിക്ക് നഷ്ടപ്പെട്ടതുമായ അതേ ബോട്ട് അവനിപ്പോൾ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. നേരത്തെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് തന്റേതായിരുന്നു, തന്റേത് മാത്രമായിരുന്നു. എന്നാൽ തനിക്ക് നഷ്ടമായി. തന്റെ പ്രിയപ്പെട്ട ബോട്ടുമായി കടയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ ബോട്ടിനെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു, എന്റെ പ്രിയ ബോട്ടെ, നീ ഒരിക്കൽ എന്റേതായിരുന്നു. ആമേൻ. പക്ഷെ നീ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ വില കൊടുത്ത് നിന്നെ വീണ്ടും സ്വന്തമാക്കി. നീ ഇപ്പോൾ 2 തവണ എന്റേതാണ്, എന്റേത് മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതങ്ങളെ, നമ്മെ ഒരിക്കൽ സൃഷ്ടിച്ച ദൈവം, സൃഷ്ടിതാവായ ദൈവം തന്നെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത വലിയ വില നൽകി നമ്മെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പിന്റെ വില അതെത്രയോ വലുതാണ്. സൃഷ്ടാവാണ് ദൈവമെങ്കിലും സൃഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി വീണ്ടെടുപ്പുകാരൻ എന്ന വാക്കിന് കൂടുതൽ പ്രസക്തി ഇല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതെ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന രീതിയിൽ നാം യേശുവിനെ ഓർക്കാറുണ്ടോ? നാം യേശുവിനെ ആ രീതിയിൽ പറഞ്ഞ് പ്രകീർത്തിക്കാറുണ്ടോ? കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. നാം കർത്താവിന്റെ സ്വന്തമാണ്. എങ്ങനെയാണ് സ്വന്തമായി തീർന്നത്? നമ്മെ സ്വന്തമാക്കാൻ കർത്താവ് വലിയ വില നൽകി. തന്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി കർത്താവിന് പണയപ്പെടുത്തേണ്ടതായിരുന്നു. തന്റെ സ്വന്തം ജീവിതം കാൽവരിയിൽ പൂർണ്ണമായി യാഗമായി നൽകി. അവസാനത്തെ തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി അവിടെ ചീന്തപ്പെട്ടു. നാം വാസ്തവത്തിൽ ദൈവമക്കളായി തീരാൻ എന്താ ചെയ്യുന്നത്? നാം വാഗൊണ്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവെന്ന് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും ചെയ്യുക മാത്രമേ നാം ചെയ്യുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന അത്ര വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ നാം ദൈവമക്കളായി തീരുമ്പോൾ നാം മനസ്സിലാകാത്ത ഒരു വലിയ യാഥാർത്ഥ്യം അതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു പദവിയിൽ നമ്മെ കൊണ്ടുവരുവാൻ, ഇങ്ങനെ ഒരു സ്വന്തമായ അനുഭവത്തിൽ നമ്മെ എത്തിക്കുവാൻ കർത്താവിന് കൊടുക്കേണ്ടി വന്ന വില ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ നാം രക്ഷയിലൂടെ ദൈവമക്കളായി തീരുമ്പോൾ, നാം കർത്താവിന്റെ സ്വന്തമായി തീരുമ്പോൾ കർത്താവിന് വലിയ സന്തോഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ 3 ഉപമകള് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 കാണാതെ പോയ ദ്രഹ്മ, 2 കാണാതെ പോയ ഇടയൻ, 3 കാണാതെ പോയ മനുഷ്യൻ, പുത്രൻ.
7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 15:6, ലൂക്ക് 15:6-7. കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ സഹോദരന് മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. കാണാതെ പോയ ദ്രഹ്മ അത് കണ്ടുകിട്ടുവാൻ ഒത്തിരി പണിപ്പെട്ടു, സമയവും അധ്വാനവും ഒക്കെ അതിനുവേണ്ടി ചെലവിട്ടു. അത് തിരികെ കിട്ടിയപ്പോൾ അയൽക്കാരത്തികളെ സ്നേഹിതന്മാരെ ഒക്കെ വിളിച്ച് അവരോട് ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. കാണാതെ പോയ ആടിനെ മടക്കി കിട്ടിയപ്പോൾ, കണ്ടുപിടിച്ച് മടക്കി കിട്ടിയപ്പോൾ അതിനെ ചുമലിലേറ്റിക്കൊണ്ട് സന്തോഷിക്കുന്ന ഒരു ഇടയനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ കാണാതെ പോയ മകൻ വളരെ കാലങ്ങൾക്ക് ശേഷം എല്ലാം നഷ്ടപ്പെട്ടവനായി തിരികെ വന്നപ്പോൾ ആ മകനെ കണ്ട് സന്തോഷിക്കുന്ന ഒരു സ്നേഹവാനായ പിതാവിനെ കുറിച്ച് നാം വായിക്കുന്നു. എന്താ ഈ ഉപമകളിൽ നിന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം? മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ വില, വീണ്ടെടുപ്പിന്റെ വില അത് വലുതാണ്. നാം വിചാരിക്കുന്നതിനേക്കാൾ, ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അധികമാണ്, എത്രയോ ഉയർന്നതാണ് ആ വില. വചനത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. 1 Peter chapter 1 verses 18 and 19. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞുപോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതേ പ്രിയരെ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ പാപം മൂലം മരണത്തിന് വിധിക്കപ്പെട്ട, നിത്യനരകത്തിന് വിധിക്കപ്പെട്ട, നിത്യദണ്ഡനത്തിന് വിധിക്കപ്പെട്ട നമ്മെ എന്നേക്കുമായി നരകയാതനയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവ്. അതെ, അന്ധകാരത്തിൽ, പാപത്തിൽ, ഈ ലോകത്തിൽ, പിശാചിന്റെ അടിമത്തത്തിൽ നിത്യനരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരായി, നിത്യമരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവരായി, ഒരിക്കലും തിരികെ വരാൻ കഴിയാതെ നശിക്കുമായിരുന്ന നമ്മളെ, നാശത്തിന് പാത്രമായിരുന്ന നമ്മളെ, 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആഴമേറിയ കുഴിയിലും കൊഴിഞ്ഞ ചേറ്റിലുമായിരുന്ന നമ്മെ അവിടെ നിന്ന് കരകയറ്റി നമ്മെ നന്നായി കഴുകി വൃത്തിയാക്കി ക്രിസ്തുവാകുന്ന പാദമേൽ നമ്മെ ഉറപ്പിച്ചു നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഇതിനുവേണ്ടി കർത്താവിന് കാൽവരിൽ കൊടുക്കേണ്ടി വന്ന വില അത് എത്രയോ വലുതാണ്. ഓരോ തവണയും നാം ഈ വേദവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഓരോ തവണയും നാം കർത്താവിന്റെ നാമം നമ്മുടെ നാവിൽ ഉരുവിടുമ്പോൾ ഇതിന്റെ പുറകിൽ ഒരു വലിയ വില ഉണ്ട് എന്ന് നമ്മൾ മറന്നുപോകും. ആമേൻ. അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. Revelations chapter 5 verse 8 onwards. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിളിക്കുവാൻ ഞങ്ങൾ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് ഒരു പുതിയ പാട്ട് അവർ പാടുന്നു. അതേ പ്രിയരെ, നമ്മെ വീണ്ടെടുക്കുവാൻ
ദൈവത്തിന് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദൈവമക്കളായിട്ടിരിക്കുന്നത്. ഇതിനും വലിയ വില ആർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. പാപികളെ വീണ്ടെടുക്കാൻ തന്റെ പ്രിയപുത്രനെ നൽകിയതിലൂടെ പിതാവ് തനിക്കുള്ള എല്ലാം നൽകി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതാണല്ലോ വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യത്തിൽ നാം വായിക്കുന്നത്. യോഹന്നാൻ 3:16, ജോൺ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏറ്റവും വലിയുള്ളതാണ് ദൈവം നൽകിയത്. ഒരിക്കൽ അബ്രഹാം അനുസരിച്ച് യാത്ര ചെയ്ത വ്യക്തിയാണ്. ദൈവം പറഞ്ഞതെല്ലാം കേട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവം പറഞ്ഞു, കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നിന്നെ ഒരു ദേശം ഞാൻ കാണിക്കും, ആ ദേശത്തേക്ക് നീ ഇപ്പോൾ യാത്ര പുറപ്പെടുക, പിന്നീട് ഞാൻ പുറകാലെ പറഞ്ഞുകൊള്ളാം. അങ്ങനെ അബ്രഹാം വിശ്വസിച്ച് യാത്ര തുടങ്ങി. തന്റെ യാത്രയിൽ ഉടനീളം പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അബ്രഹാമിന് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അവിടെയെല്ലാം തന്നെ ധൈര്യപ്പെടുത്തിയ, തന്നെ മുമ്പോട്ട് കൊണ്ടുപോയ ഒരു ദൈവം തന്റെ കൂടെ ഉണ്ടായി. എല്ലായിടത്തും അബ്രഹാം വിശ്വസ്തനായിരുന്നു. വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിലകൊണ്ടു. വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ഏകദേശം 25 വർഷത്തോളം താൻ കാത്തിരുന്നു. അതിനെക്കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 17-ാം വാക്യം തൊട്ട് റോമൻസ് 4:17 ഓൺവേർഡ്സ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവിടമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ അതേ അബ്രഹാമിനെ ഈ ഇസഹാക്ക് എന്ന പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷയുണ്ട്. വളരെ കഠോരമായ രീതിയിൽ, വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ, വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു പരീക്ഷണം. ഈ ഭൂമിയിലെ ഒരു പിതാവും ആഗ്രഹിക്കാത്ത ഒരു പരീക്ഷണം. ഒരു പിതാവും തന്നെത്താനെ അതിനുവേണ്ടി ഒരുങ്ങാൻ കഴിയാത്ത, തയ്യാറാകാൻ കഴിയാത്തതുപോലെയുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം. ആമേൻ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 22-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ഞാൻ പലപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, അബ്രഹാമിനെ വീണ്ടും പരീക്ഷിക്കേണ്ട ആവശ്യമെന്താ? വിശ്വാസത്തിൽ ഇറങ്ങിയ അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങളെ മുമ്പോട്ട് സ്റ്റെപ്പെടുത്ത് വെച്ച് നടന്നു തുടങ്ങിയ അബ്രഹാം, വിശ്വാസികൾ പിതാവെന്ന അപരനാമത്താൽ അറിയപ്പെടാൻ യോഗ്യത നേടിയ അബ്രഹാം, ഈ അബ്രഹാമിനെ പിന്നെയും പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ അബ്രഹാമിനോട് പറയുന്നത്? അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളിച്ചു. അത് കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്, സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്റെ മുമ്പോട്ട് കടക്കുന്നില്ല. എന്നാൽ അവിടെ എന്താ സംഭവിച്ചത്? തന്റെ ഏകജാതനായ മകനെ, 25 വർഷം താൻ നോക്കിയിരുന്ന തനിക്ക് ലഭിച്ച തന്റെ കുഞ്ഞിനെ ദൈവം പറയുക, നീ എനിക്ക് വേണ്ടി അവനെ യാഗപീഠത്തിൽ കിടത്തി അവനെ അറുത്ത് ദഹിപ്പിച്ച് എനിക്ക് വേണ്ടി യാഗം കഴിക്കും. ഹല്ലേലൂയ. ഒരു വാക്കും ഉരിയാടാതെ, ഒരു വാക്കും തിരിച്ചൊന്നും പറയാതെ, അനുസരണയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമർപ്പണബോധത്തോടുകൂടി അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നു. അതിരാവിലെ എണീറ്റ്
തന്റെ ഭാര്യയായ സാറയോട്, കുഞ്ഞിന്റെ അമ്മയോട് പോലും ഒരു വാക്ക് പറയാതെ, എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഏറ്റവും വിലയുള്ളതിനെ കർത്താവിന് നൽകുവാൻ മടിക്കാത്ത ഒരു അബ്രഹാം. തന്റെ ഏറ്റവും വിലയുള്ളതിനെ, തന്നെ ഏറ്റവും, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ ഇസ്ഹാക്കിനെ തന്നെ. ഹല്ലേലൂയ. ഇവിടെയാണ് ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, അബ്രഹാമിന്റെ അതേ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. അബ്രഹാം എന്ത് ചെയ്തു? ഏറ്റവും ഭയങ്കരമായ ഒരു അഗ്നിശോധനയുടെ അനുഭവമാണ്. അബ്രഹാം രണ്ടും കൽപ്പിച്ച് എല്ലാ ഒരുക്കത്തോടുകൂടി ആ യാഗം കഴിക്കാനായിട്ട് മലയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണും. ഹല്ലേലൂയ. നമ്മള് റോമാലേഖനത്തിന്റെ തന്നെ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 31 പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. ഇത് സംബന്ധിച്ചപ്പോൾ എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവിടെ നമുക്കെന്ത് കിട്ടുന്നുള്ള അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആ വാക്ക് ഉപയോഗിച്ചതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതെന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹമാണ് ഇത്ര വലിയ വില നൽകാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ചത്. ഇത്ര വലിയ വില കൊടുക്കാനായിട്ട് ത്യാഗോജ്വലമായ രീതിയിൽ വലിയ വില നൽകുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ചത് മനുഷ്യജാതിയോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 9-10 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 1 John chapter 4 verse 9 and 10. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും നമുക്ക് ആർക്കും ഇല്ല. നാം ജഡമോഹങ്ങളാൽ ജീവിച്ച പ്രിയപ്പെട്ടവർ. എഫെസ്യ ലേഖനത്തിൽ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അടുത്ത വാക്യം, 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലയത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവേശുവിനെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രിയരെ, ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തെ കൊണ്ട് വലിയ വില കൊടുപ്പിച്ചത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുന്ന ഒരു സ്നേഹമാണ് കർത്താവ് പഠിപ്പിച്ചത്. ആ സ്നേഹത്തിന് പകരം മറ്റൊരു സ്നേഹം ഈ ലോകത്ത് എങ്ങും നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. ആ സ്നേഹത്തിന് കൊടുത്ത വിലയെപ്പോലെ മറ്റൊരു വില ആർക്കും കൊടുക്കാനായിട്ട് ഈ ലോകത്ത് കഴിയത്തുമില്ല. അത്ര വലിയൊരു വിലയാണ്. പൊന്ന് വെള്ളി മുതലായ, അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാനോ, അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള
ഉരുപ്പടി കൊടുത്ത് വാങ്ങാനോ ഒന്നും കഴിയുന്ന ഒരു സ്നേഹമല്ലത്. ആ സ്നേഹം പ്രവൃത്തിയിലുള്ള കർത്താവ് പ്രദർശിപ്പിച്ചു. തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി വിട്ടുതന്നു, മനസ്സോടെ വിട്ടുതന്നു, ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പാപത്തിന്റെ വലിയ ഭാരം, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ വലിയ ചുവട് തന്മേലാണല്ലോ എന്നോർത്തുകൊണ്ട് ഒരുപക്ഷെ ശാരീരികമായി തന്നെ അനുഭവിക്കാൻ പോകുന്ന വേദനയേക്കാൾ എല്ലാത്തിനേക്കാൾ ഉപരി തന്നെ വേദനിപ്പിച്ചത്, തന്നെ ദുഃഖിപ്പിച്ചത് മനുഷ്യവർഗത്തിന്റെ പാപഭാരമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഗെത്സമന തോട്ടത്തിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്റെ മക്കളിനെ നീക്കിക്കളയണം. എന്നാൽ തന്നെ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു, തന്നെ ഇവിടെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്, തന്റെ ഉത്തരവാദിത്വം എന്താണെന്നതിനെ കുറിച്ച് കർത്താവ് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെത്താനെ ആ ക്രൂശ് മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇബ്രാഹിം ലേഖന കർത്താവ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഞാനൊന്ന് വായിച്ചോട്ടെ. ഇബ്രാഹിം ലേഖനം 5-ാം അധ്യായത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 7. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം പുത്രൻ ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇതിന്റെ എല്ലാം പുറകിൽ പരിവർത്തിച്ചത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. ആ ദൈവ സ്നേഹത്തിന്റെ മുമ്പിൽ പിതാവ് തന്റെ പുത്രനെ ബലിയായി നമുക്ക് നൽകിയതിലൂടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച ആ കഷ്ടതയുടെയും ആ കൊടുത്ത ആ വിലയുടെയും മുമ്പിൽ പ്രിയമുള്ളവരെ നമുക്ക് എന്ത് മറുപടി നൽകാനായിട്ട് സാധിക്കും? നമുക്ക് എന്ത് തിരികെ കൊടുക്കുവാനായിട്ട് സാധിക്കും? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഈ ആയുസ്സിലെ മുഴുവൻ വസ്തുവകകളും അല്ലെങ്കിൽ നമ്മുടെ ഈ ആയുസ്സിലെ നമുക്കുള്ളതെല്ലാം വീട്ടിൽ തീർത്താലും ആ കടം ഒരിക്കലും നമ്മളെ കൊണ്ട് വീട്ടിൽ തീർക്കാനായിട്ട് സാധ്യമല്ല. വിലപിടിപ്പുള്ളതിനെ നമുക്ക് വേണ്ടി തന്ന ഒരു ദൈവത്തിന് നാം എത്ര വിലയാ കൊടുക്കാൻ സാധിക്കുക? നമുക്ക് ആർക്കും അത് തിരിച്ചു വീട്ടുവാൻ സാധിക്കും. കർത്താവ് അത് ആഗ്രഹിക്കുന്നുമില്ല നമ്മുടെ അടുത്തൊന്നും. കർത്താവ് ആഗ്രഹിക്കുന്ന ഇതേ ഉള്ളൂ, നിങ്ങൾ എന്നെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാം. നമ്മുടെ സ്നേഹമാണ് കർത്താവിന് തിരിച്ചു വേണ്ടത്. കർത്താവിന്റെ അടുത്ത് ഒരിക്കൽ ഒരു പാപിനിയായ സ്ത്രീ വന്ന് തന്റെ വീട്ടിൽ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരുപക്ഷെ ഒരു മനുഷ്യായുസ് മുഴുവൻ സൂക്ഷിച്ചു വെക്കുന്ന അത്രമാത്രം വെല്ലുവിളിപ്പുള്ളതായ, വളരെയധികം വെല്ലുവിളിപ്പുള്ളതായ സ്വച്ഛ ജടാമാസി തൈലം എടുത്തുകൊണ്ട് കുറെ തൈലം ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചുകൊണ്ടല്ല അവൾ വന്നത്. പിന്നെയോ ആ തൈലത്തിന്റെ ഭരണി മുഴുവൻ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് യേശുവിന്റെ കാൽക്കലിരുന്ന് അതിനകത്തുനിന്ന് ഒഴിച്ചല്ല എടുത്തത്, പിന്നെ ആ ഭരണി പൊട്ടിച്ച് അത് മുഴുവൻ യേശുവിന് വേണ്ടി ചെലവിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഇന്ന് കർത്താവിന് കൊടുക്കുന്ന എന്താ? കുറച്ച് സമയം ചെലവഴിച്ച് ഒരുപക്ഷെ ആരാധനയ്ക്ക് പോകുമായിരിക്കും. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ തിരുവചന പ്രഘോഷണത്തിനുമായിട്ട് ഒരുപക്ഷെ വേദനിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ സമയത്തിന്റെ ഭൂരിഭാഗവും നമ്മുടെ സമയത്തിന്റെയും നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മുടെ കഴിവുകളുടെയും താലന്തുകളുടെയും നമ്മുടെ ആ വരുമാനത്തിന്റെ ഒക്കെ സിംഹഭാഗം, മേജർ ആ പോർഷൻ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്?
കർത്താവിന് വേണ്ടിയാണോ? കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കാനായിട്ട് നമുക്കൊണ്ട് സാധിക്കും? ഹല്ലേലൂയ. ആ സ്ത്രീ വന്ന് ഭരണി പൊട്ടിച്ച് ആ തൈലം മുഴുവനും യേശുവിന്റെ കാൽക്കലും യേശുവിന്റെ തലയിലും ഒക്കെ തന്റെ തലമുടി കൊണ്ട് അത് തുവർത്തുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ യേശുവിന്റെ ശരീരത്തിലുള്ളത് ഒഴിക്കുന്നതായിട്ട് ആ തൈലത്തിന്റെ സുഗന്ധം കൊണ്ട് ആ വീട് മുഴുവനും പരന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഏറ്റവും വിലയുള്ളത് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, ഏറ്റവും കോസ്റ്റ്ലി കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ. എപ്പോഴാ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്ന? എപ്പോഴാ? കർത്താവ് നമുക്ക് വേണ്ടി തന്നത് എന്തുമാത്രം വിലയുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് എത്ര വിലയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ മറു സൈഡ് എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. Unless and until you realize the cost of the redemption, വീണ്ടെടുപ്പിന്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്കുള്ള സകലവും കൊണ്ട് കർത്താവിനെ സ്നേഹിപ്പാനിടയായി. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് താന് അപ്പോസ്തലനാകുന്നതിന് മുമ്പ് ശൗൽ എന്ന പേരിനാൽ അറിയപ്പെട്ടിരുന്ന ഒരുവനായിരുന്നു. യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ മതത്തിൽ ഏറ്റവും അധികം ഉന്നതമായ സ്ഥാനമാനങ്ങളും പദവികളും അലങ്കരിച്ച ഒരു വ്യക്തിത്വം. തനിക്ക് യഹൂദ മത പാരമ്പര്യത്തിൽ തനിക്ക് വളരെയധികം ഉന്നതമായ അനുഭവങ്ങൾ തനിക്കുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, അതോറിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ കർത്താവുമായ ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ തനിക്കതെല്ലാം കർത്താവിന് മുമ്പിൽ അടിയറവ് വെക്കേണ്ടി വന്നു. താൻ ഒന്നും മറിച്ച് ആലോചിച്ചില്ല. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നത് ചില കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. താൻ പറയുന്നു, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ് ഞാൻ, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറഞ്ഞാൽ അമ്മയും അപ്പനും ഒക്കെ എബ്രായർ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എങ്ങനെയാ പൗലോസിന് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ക്രൂശിൽ കർത്താവ് പൗലോസ് എന്ന വ്യക്തിയെ വീണ്ടെടുക്കാൻ എന്ത് വില കൊടുത്തു എന്ന് തനിക്ക് മനസ്സിലായപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ വിലയെക്കുറിച്ച് നമ്മൾ ബോധ്യവാന്മാരും ബോധ്യമതികളുമാകണം. ക്രൂശിലെ കർത്താവ് കൊടുത്ത വില എന്നെ രക്ഷിക്കാനായിട്ട്, എന്നെ നന്നാക്കുവാനായിട്ട്, നിത്യനരകത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും എന്നെ എന്നേക്കുമായിട്ട് മോചിപ്പിക്കുവാനായിട്ട്, പിശാചിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് എന്നെ എന്നേക്കുമായിട്ട് അതെ അടർത്തി മാറ്റുവാനായിട്ട്, പാതാളത്തിന്റെ ആ നരകയാതനയിൽ നിന്ന് ഒരിക്കലും എനിക്ക് അവിടേക്ക് പോകാതിരിക്കാനായിട്ട് കർത്താവ് കൊടുത്തത് വലിയ വിലയാണ്. ഹല്ലേലൂയ. പൗലോസ് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, അതിനപ്പുറം കുറച്ചുകൂടെ കടന്ന് പൗലോസ് പറയുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, എനിക്ക് ലാഭം വരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എണ്ണിയിരിക്കുന്നു. 8-ാം വാക്യത്തിൽ പറയുന്നത്, അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട്, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കൂടുതൽ ആഴത്തിൽ പൗലോസ് കടന്നു പോയപ്പോൾ ശ്രേഷ്ഠമേറിയ അനുഭവം, എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, താൻ പറയുന്നു എല്ലാം ഛേദമെന്ന് എണ്ണുവാനായിട്ട് എനിക്കിടയായി. എന്നിട്ട് താഴോട്ട് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും
അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അവന്റെ കുഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചൊടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുക എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. നമുക്കാർക്കും ഒന്നും തിരികെ കൊടുക്കുവാനായിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് കർത്താവ് തന്നത് നമ്മുടെ കയ്യിൽ ഉള്ളുതാനും. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ യോബ് എന്താ പറഞ്ഞേ? യോബ് പറഞ്ഞു, കർത്താവ് തന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഞാൻ വായിച്ചല്ലോ 1 യോഹന്നാൻ 4:10 നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ ആമേൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ വേല മുഴുവനും ക്രൂശിൽ കർത്താവ് ചെയ്തു തീർത്തു. അവസാന നിമിഷങ്ങളിൽ പിതാവിന്റെ കയ്യിൽ തന്റെ ജീവനെ ഏൽപ്പിക്കുന്നത് വരെയും നമ്മൾ യേശുവിനെ അവിടെ കാണുന്നത് പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയ പുത്രൻ പിതാവ് തന്നെ കൈവിട്ടു എന്നുള്ള ചിന്ത പോലും എനിക്ക് ഉണ്ടാകുന്ന രീതിയിലാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്ന എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിലവിളിച്ചതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നു. അപ്പോൾ ആരും അവന് വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു, അവനത് കുടിച്ചില്ല എന്ന് നമ്മൾ വായിക്കും. അല്പനേരം കഴിഞ്ഞാൽ പിതാവെ ഞാൻ നിന്റെ കയ്യിൽ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശു തന്റെ പ്രാണനെ വിട്ടു. ടെറ്റലസ്റ്റായി എന്ന വേർഡ് പറഞ്ഞുകൊണ്ടാണ് സകലവും തികഞ്ഞു, എല്ലാം തികച്ചു. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ടാസ്ക്, മൈ അസൈൻമെന്റ്സ്. എനിക്ക് ഭൂമിയിൽ ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അതെ, തന്റെ അവസാനത്തെ രക്തത്തിന്റെ അവസാനത്തെ തുള്ളി പോലും ക്രൂശിൽ ഊറ്റിക്കളഞ്ഞതുകൊണ്ടാണ് യേശു തന്റെ പ്രവൃത്തി തികച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം കർത്താവിന് എന്ത് കൊടുക്കാനാണ് നമ്മെ കൊണ്ട് സാധിക്കും? ഇന്ന് വീണ്ടെടുപ്പിന്റെ വില എന്ന ഈ വിഷയത്തെക്കുറിച്ച് നാം ഇവിടെ ചിന്തിക്കുമ്പോൾ ആ വീണ്ടെടുപ്പിന്റെ വില തീർച്ചയായിട്ടും വലിയ വില തന്നെയാണ്. ആമേൻ. നാം ദൈവമക്കളായി തീരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വാസം ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് നമ്മുടെ അഴക്കത്തിരുന്നു കൊണ്ട് നമ്മെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിലയേറിയ വചനം ദൈവം നമുക്ക് ദാനമായി നൽകി. ഇത്രയെല്ലാം കൊടുത്തിട്ടും, ഇത്രയെല്ലാം വില കൊടുത്തിട്ടും, ഇത്രയെല്ലാം ചെയ്തു തീർത്തിട്ടും ഇന്നും കർത്താവ് വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി നാം ചെയ്യുന്ന ഓരോ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ അകൃത്യങ്ങൾക്കും, ഓരോ പാപങ്ങൾക്കും, ഓരോ തെറ്റുകൾക്കും പരിഹാരം വരുത്തേണ്ടതിനായി, നമ്മെ വിശുദ്ധിയോടെ നേരോടെ പിതാവിന് മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടതിനായി യേശു കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നാം ഒരുപക്ഷെ ചോദിക്കും, കർത്താവ് എത്രയധികം വില കൊടുത്തില്ലേ അങ്ങ്, ഇനിയും അങ്ങേക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് ഇരുന്നൂടെ? ഇല്ല, അവസാന നിമിഷം വരെ നാം എവിടെ എത്താനായിട്ട് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തുവോ വീണ്ടെടുത്തുവോ അവിടെ നാം എത്തുന്നവരെയും കർത്താവ് തന്റെ പ്രവൃത്തി തുറന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ആമേൻ. യൂദായുടെ ലേഖനത്തിന്റെ അവസാന വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. ദ ബുക്ക് ഓഫ് ജൂഡ് വേഴ്സ് 24. യൂദ 24. വീഴാതവളെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി
ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ആമേൻ. വീഴാതെ നമ്മെ സൂക്ഷിച്ചു. അതെ, വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 1 കൊരിന്ത്യർ 1:12 വായിക്കുന്നത്, താൻ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന്. വീഴാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള പ്രതലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. നാം മാത്രം സൂക്ഷിക്കുന്നതുകൊണ്ടല്ല നമ്മൾ നിൽക്കുന്നതിന്, കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നതുകൊണ്ട്. അതിന്റെ യൂദയുടെ ലേഖനം തന്നെ 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ആമേൻ. നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട്, എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1 Thessalonians chapter 5 verse 23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. അതെ, ദൈവം വിശ്വസ്തനാണ്. ഇത്ര വലിയ വില കൊടുത്തിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളെ വഴിയിലിട്ടിട്ട് പോകുന്ന ഒരാളല്ല ദൈവം. നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ സാധന സാമഗ്രികളെ വീട്ടിൽ മേടിക്കാറുണ്ട്. ഏറ്റവും വില കൂടിയ ഒരു കാറോ ഏറ്റവും വില കൂടിയ ഒരു ഗൃഹോപകരണമോ നമ്മൾ മേടിച്ചാൽ നമ്മളത് വളരെ ഭംഗിയായി സൂക്ഷിക്കും. അത് കേടുകൂടാതെ സൂക്ഷിക്കും. എപ്പോഴും തുടച്ച് അതിന് കവറൊക്കെ ഇട്ട് അതിന്റെ പൊടിയെല്ലാം മാറ്റി അത് വളരെ ഭംഗിയായി വളരെ മനോഹരമായി എത്രയും നാൾ സൂക്ഷിക്കാൻ പറ്റുമോ അത്രയും നാൾ സൂക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹം. കാരണം അതിനുവേണ്ടി നമ്മൾ മുടക്കിയ വില, നമ്മുടെ വേണ്ടി കൊടുത്ത പ്രൈസ് അത് വളരെ വലുതാണ്. നമ്മുടെ മുമ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് കോസ്റ്റ്ലി, ഇറ്റ് ഈസ് പ്രഷ്യസ് ഫോർ us because we paid an exorbitant price for that. ആമേൻ. അങ്ങനെയാണെങ്കിൽ കർത്താവ് എത്ര വലിയ വില കൊടുത്താൽ നമ്മളെ വാങ്ങിയത്. നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് നൽകിയ വില തനിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ വിലയാണ്. ഈ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു വില, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തൊരു വില. ഹല്ലേലൂയ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്നേഹത്തിന് പകരമായി കൊടുക്കാൻ നമ്മുടെ പക്കൽ എന്തുണ്ട്? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ 1 John chapter 3, യോഹന്നാൻ 3-ാം അധ്യായം, കണ്ണിൽ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ദൈവമക്കളാക്കി തീർക്കുവാൻ പിതാവായ ദൈവം തന്ന സ്നേഹം തന്റെ ഏകപുത്രനെയാണ്. താൻ ആദരിക്കുന്ന തന്റെ പുത്രനെ, താൻ സ്നേഹിക്കുന്ന തന്റെ പുത്രനെ, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ, തന്നോടുകൂടി ഒരുമിച്ച് വചനമായിരുന്ന അതേ പുത്രനെ, ജഡത്തിൽ വെളിപ്പെട്ട അതേ പുത്രനെ കാൽവരിയിൽ യാഗമായി അർപ്പിച്ചു. ആമേൻ. ദൈവത്തിന്റെ സന്നിധി നമ്മെ ഒന്ന് ഭരമേൽപ്പിക്കാൻ സാധിക്കുമോ? നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും പരാധീനതകളെയും നമ്മുടെ പരാജയങ്ങളെയും നമ്മുടെ വീഴ്ചകളെയൊക്കെ ഒരിക്കൽ കൂടെ ഒന്ന് ഓർക്കാനായിട്ട് സമയം നമ്മളൊന്ന് വിനിയോഗിക്കുമോ? നമ്മെ നേരോടെ കൊണ്ടുപോകുവാൻ, സംഗീതത്തിൽ വായിക്കുന്ന പോലെ ചൊവ്വയുള്ള പാതയിലേക്ക് നമ്മെ ആനയിക്കുവാൻ, അസ്വർഗീയ സന്തോഷത്തിന് നമ്മളെ അർഹരാക്കി തീർക്കുവാൻ കർത്താവ് കൊടുത്തത് ഏറ്റവും വലിയ വിലയാണ്. ആമേൻ.
നമ്മളതാണ് 3 വായിക്കുന്നത്. കൺവീന ദൈവമക്കളിൽ വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞില്ലായിരുന്നു, നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വേർപാടോടെ വിശുദ്ധിയോടെ ദൈവമുമ്പാകെ ഒരു നല്ല ജീവിതം കഴിക്കാൻ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കാനുള്ള ഒരു വലിയ കോളിങ്, ഒരു വലിയ ആഹ്വാനം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. അധിക സമയം നീ നമ്മുടെ മുമ്പിലില്ല. ഇത് ദുഷ്കാലമാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. Redeem the time because the days are evil. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. ഇതുവരെ നമ്മൾ ജീവിച്ചു, ശരിയാണ്. ഇതുവരെ കർത്താവ് നമ്മെ കാത്തു, എല്ലാം ശരിയാണ്, വാസ്തവമാണ്. എന്നാൽ ഇനിയുള്ള നാളുകൾ, കർത്താവെ, ഞാൻ നിനക്കായി മാത്രം ജീവിക്കും. ഞാൻ നിനക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട, മാറ്റിവെക്കപ്പെട്ട, സെപ്പറേറ്റ് ആയ ഒരു ജീവിതമായി എൻ്റെ ജീവിതത്തെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് എന്നോടുകൂടെ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കും? ആമേൻ. കുറവുകളും കുറ്റങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പൂർണ്ണതയുള്ളവരായിട്ട് ആരും ഇവിടെയില്ല. എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലലുകളും ഇല്ലായ്മകളും ഒക്കെയുണ്ട്. ഞാൻ നടുവിൽ ദൈവം പറയുന്നു, നമ്മെ അവിടെ കൊണ്ടെത്തിക്കാം. ദൈവം വാക്ക് തരിക. പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, പത്രോസ് പറയുന്നില്ലേ, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് തന്നിരിക്കും. അതോടുകൂടി തന്നെ വലിയൊരു വാഗ്ദത്തങ്ങൾ നമുക്ക് കൈമാറിയിരിക്കും. എഫെസ്യ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം. ദൈവം നമ്മെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, വീണ്ടെടുപ്പിന് വലിയ വില കൊടുത്തു എന്ന് മാത്രമല്ല, അതിനോടുകൂടെ തന്നെ എന്ത് വേണമെങ്കിലും തരാൻ ദൈവം ഒരുക്കമാണ്. ദൈവത്തിന്റെ ഒരേ ഒരു ആഗ്രഹം, നമ്മളാരും നഷ്ടപ്പെടാതെ ആ അന്ത്യസമയത്ത്, ആ നിത്യതയുടെ സമയത്ത് കർത്താവിന്റെ അടുത്ത് നമ്മൾ എത്തണം. ശിഷ്യന്മാരോട് പോകുന്ന സമയത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ട, ഞാൻ തിരികെ വരും, ഞാൻ നിങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കർത്താവ് പറഞ്ഞു, ഞാൻ എവിടെ ഇരിക്കുന്നോ, ഇപ്പം ഞാൻ എവിടെയായിരിക്കുന്നോ ആ സ്ഥലത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിനാണ് ഞാൻ തിരികെ വരാൻ പോകുന്നത്. കർത്താവ് മേഘപ്രത്യക്ഷതയിൽ വരാനുള്ള സമയങ്ങൾ വളരെയധികം അടുത്തിരിക്കും. ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ കർത്താവ് വന്നേക്കാം. നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, നമ്മെ തന്നെ അതിനായിട്ട് ജീവിതത്തെ ക്രമീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ ചുവടുകൾ നമുക്ക് സൂക്ഷ്മതയോടെ വെക്കാം. കർത്താവിനെ സൂക്ഷിപ്പാൻ നമ്മുടെ കൂടെയുണ്ട്. അന്ത്യം വരെ കാക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും അവിശ്വസ്തത കാണിക്കത്തില്ല. 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ വായിച്ചില്ലേ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷേ എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടത, എത്രമാത്രം വലിയ വില കർത്താവ് കൊടുത്തു വന്ന് എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ സമർപ്പണത്തോടെ കർത്താവ് സന്നിധിയിലായിരിക്കാൻ സാധിക്കും. ഇതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് വിലയിരുത്താം. ലെറ്റ് us analyze ourselves. Let us introspect and examine our lives. നമ്മൾ എവിടെയായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. രഹസ്യങ്ങളെല്ലാം അറിയുന്നവന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ എന്റെ വചനം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുക. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നതിന് മുന്നമേ
ഒരിക്കൽ കൂടി നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സമർപ്പണത്തോടെ, വേർപാടോടെ, വിശുദ്ധിയോടെ നമ്മുടെ ജീവിതമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടു. Let us renew our commitment. Hallelujah. Let us have a right relationship with our God. മനസാക്ഷി കുത്തില്ലാതെ ദൈവമുമ്പാകെ കടന്നു എന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണം, മനസാക്ഷി കുത്തില്ലാതെ ദൈവവചനം വായിച്ച് പഠിച്ച് ധ്യാനിക്കത്തക്കവണ്ണം, മനസാക്ഷിക്ക് പോറൽ പോലും ഏൽക്കാതെ മറ്റുള്ളവരോടും ദൈവത്തോടും മുമ്പിലായിരിപ്പണ്ടക്കവണ്ണം ദൈവം എല്ലാവരും സഹായിക്കട്ടെ. അതിനാണ് നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കഥാദാസിനോട് വിനയും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ഈ വചനങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.